നമ്മൾ ഒരുപാട് കുടുംബങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന ആളുകളാണ്. ആ സന്ദർശിക്കുന്ന സമയത്തൊക്കെ അവിടെ രോഗികളായി കിടക്കുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ രോഗിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? അപ്പോ നമ്മളുടെ ഏറ്റവും സോഫ്റ്റ് കോർ മൈൻഡുള്ള ആളുകളായിരിക്കും ആ സഹായിക്കാൻ നിൽക്കുന്ന ആളുകൾ. ഏറ്റവും ഫ്രസ്ട്രേഷൻ, സങ്കടം അനുഭവിക്കുന്ന ആളുകളും അവരായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരെ ഒന്ന് കെയർ ചെയ്ത് ഗിഫ്റ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ ഭർത്താവിനോട് പറയേണ്ടത്, നിങ്ങള് സുഖമില്ലാതെ കിടക്കുന്ന ആൾക്ക് ഓറഞ്ചോ ആപ്പിളോ വാങ്ങിക്കോ, എന്നാൽ എന്തെങ്കിലും ഒരു ഡ്രസ്സോ സാധനങ്ങളോ ഒക്കെ സഹായിക്കാൻ നിൽക്കുന്ന ആരാണോ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കണം. കാരണം ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് അവരായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരാളായിരിക്കും ഉറക്കമോ ഉണ്ടാവില്ല, സ്വന്തം കുടുംബത്തിലോ പോകുന്നുണ്ടാവില്ല. അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും ഇങ്ങനെ നിത്യരോഗികളായി കിടക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ. അപ്പൊ അവരോട് ഇത്തിരി നേരം സഹവസിക്കുമ്പോ, അവരോട് ഇത്തിരി നേരം സംസാരിക്കുമ്പോ, അവർക്ക് ഇത്തിരി ആശ്വാസമാവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അറിയാതെ നമ്മളെ ഉള്ളിലെ നേരത്തെ പറഞ്ഞ സിംഹങ്ങളൊക്കെ വഴിമാറും.